സോ ഹേ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫ്രീ ഫയറിൽ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആക്കാമെന്നാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് നോക്കുക. കാരണം ഇതിൽ അടിപൊളി ട്രിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തൊക്കെയാലും ലൈക്ക് അടിക്കാത്തവരെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് അടിച്ചോടിക്കാൻ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ അമർത്തിയാൽ മാത്രമാണ് നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ലെവൽ എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേണ്ടി മറക്കരുത്. സോ ലെറ്റ്സ് ഗോ ദി വീഡിയോ. അപ്പോൾ ചിലവരെ എൻ്റെ ലെവലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. സോ അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യേ ഇവൻ്റെ ലെവൽ എന്താ 65 ഉള്ളൂ എന്ന്. വെയിറ്റ് ആക്കി ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇവിടെ അൻകുഷ് അഫൂബ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടോ? സോ ഈ ഒരു പ്ലെയറിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയേ. ഈ ഒരു പ്ലെയർ ഞാനാണ്. അതായത് ഇതിൻ്റെ ലെവലൊന്ന് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, 55. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 8 years ഓൾഡിൻ്റെ അക്കൗണ്ട് ഇല്ലേ, ആ ഒരു അക്കൗണ്ട് ഒരിടക്ക് പോയിരുന്നു. അതിന് പകരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ടാണ് ഈ ഒരു അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കണം, ഈ ഒരു അക്കൗണ്ടിൻ്റെ ലെവൽ 55, മറ്റേ അക്കൗണ്ട് അതായത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിൻ്റെ ലെവൽ 65. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കണം, ഞാൻ എത്രത്തോളം മാച്ചും കളിച്ചിട്ടുണ്ട്, എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന്. സോ എന്തായാലും ഞാൻ അധികം പറഞ്ഞ് ലാഗ് ആക്കണില്ല, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ഫസ്റ്റ്ലി ആയിട്ട് തന്നെ നമുക്ക് വേണ്ടത് EXP കാർഡാണ്. സോ എല്ലാവർക്കും അറിയുമായിരിക്കും, നിങ്ങൾക്ക് കിട്ടണ എത്ര EXP ആണോ അതിൻ്റെ 50% ആയിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ബോണസ് ആയിട്ട് കിട്ടുന്നത്. സോ ഈ ഒരു EXP കാർഡ് നമുക്ക് 2 സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു EXP കാർഡ് എവിടെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമില്ലേ, സോ ഇവിടെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമുക്കിവിടെ പെർമനൻ്റ് ആണ്. പെർമനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഇതിൽ ഓരോ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒരു ഡേറ്റ് എക്സ്പയർ ആണോ വരെ നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് 200 ടോക്കൺ മാത്രം കൊടുത്താൽ ഞാൻ ഇവിടെ ഓൾറെഡി ക്ലെയിം ആയിട്ടുണ്ട്. അതാണ് ഇവിടെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സോ ഇത് വീക്ക്ലി ലിമിറ്റ് ആണെന്നാണ് തോന്നുന്നത്. സോ ഒരാഴ്ച കഴിയുമോറും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് റാങ്ക് ടോക്കൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവന്റ് സെക്ഷനിൽ പോയിട്ട് ബെറ്റർ വിത്ത് ബഡി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഉണ്ടാവും. സോ ഇതിൽ നിങ്ങൾ എക്സ്ചേഞ്ച് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് കണ്ടോ, ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വെറും 4 ബഡ്ഡി ടോക്കൺസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ കാണുന്ന 3 ദിവസത്തെ EXP കാർഡ് നിങ്ങൾക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുന്ന അത്രത്തോളം എടുക്കാം. പിന്നെ ഈ ഒരു ബഡ്ഡി ടോക്കൺ എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ ഗൈസ് കണ്ട ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് BR CS ലോൺ വൂൾഫ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. സോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് വേറെ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് BR റാങ്ക് മാക്സിമം നിങ്ങൾ കളിക്കുക. അതായത് ലെവൽ കൂട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ CS ലോൺ വൂൾഫോ ക്ലാസിക് അങ്ങനെ ഒരു മാച്ച് നിങ്ങൾ കളിക്കരുത്. ക്രാഫ്റ്റ് ലാൻഡ് റൂമും പ്രത്യേകം. ക്രാഫ്റ്റ് ലാൻഡ് റൂമും കളിച്ച കേസ് ഒരു EXP കാർഡും പോലും കിട്ടൂല, ഒരു EXP പോയിന്റ്സും പോലും കിട്ടൂല. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, BR റാങ്കഡ് തന്നെ കളിക്കാം. ലെവൽ കൂട്ടാൻ വേണ്ടിയാണെങ്കിൽ CS റാങ്കഡൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ BR റാങ്കഡിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. പിന്നെ വേറൊരു ചെറിയ ടിപ്പും കൂടി എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ മാക്സിമം നിങ്ങൾ സോളോ കളിക്കാണ്ട് സ്കോഡ് കളിക്കുക. പണ്ടറിഞ്ഞ സോളോയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് EXP കിട്ടണം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടൂല. നിങ്ങൾ മാക്സിമം സ്കോഡ് കളിക്കാണ്ട് നോക്കുക. അതായത് ഫ്രണ്ട്സിനൊപ്പം ഇരുന്ന് തന്നെ കളിച്ചാൽ മതി. നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗൈസ്, നിങ്ങൾ മാക്സിമം കില്ലെടുക്കാണ്ട് സർവൈവ് ആയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കാം കില്ലെടുത്ത് എന്താണ് ഗൈസ്, കില്ലിൽ ഒരു കാര്യമില്ല, EXP കൂടെ ഇല്ല. ശരിക്കും ഈ ഒരു EXP പോയിന്റ് എന്ന് പറഞ്ഞ സാധനമില്ല, അത് നിങ്ങളുടെ സർവൈവിങ് ടൈമിലാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യണത്. സോ മാക്സിമം നിങ്ങൾ സർവൈവ് ആയിട്ട് നോക്കുക, അതിനനുസരിച്ചുള്ള കില്ല് എടുക്കുക. ബൂയ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ EXP പോയിന്റ്സ് ആയിരിക്കും. അതായത് 600 മേലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അഥവാ നിങ്ങൾക്ക് സർവൈവിങ് ടൈം കുറവാണ്, കില്ലും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 100-200 പ്ലസ് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ CS കളിക്കൂലേ, ആ ഒരു EXP തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേസ്റ്റ് EXP ആണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങളോട് സർവൈവ് ചെയ്യാൻ പറയണം. നിങ്ങൾ മിനിമം 300 മുതൽ അല്ലെങ്കിൽ 300 അടുത്തെങ്കിലും ആക്കുക, അല്ലെങ്കിൽ കിട്ടണതെല്ലാം വെറുതെ ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ ഒരു ദിവസം എത്ര മാച്ചസ് ആണ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത്. മാക്സിമം നിങ്ങൾ 30 മാച്ച് കളിക്കാൻ പറ്റുമെങ്കിൽ 30 കളിക്കുക, അല്ലെങ്കിൽ അതിന് മേലെ കളിക്കാം. ബട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, BR റാങ്കഡ് സ്കോഡ് ആയിരിക്കണം. അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ എല്ലാ ട്രിക്കും യൂസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കണം 30 മാച്ചോ ഇത് ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട ഗൈസ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. മാക്സിമം നിങ്ങൾ ഒരു ദിവസം 30 മാച്ചിന് മേലെ നിങ്ങൾ കളിക്കണം ഗൈസ്. അപ്പോൾ ഇതൊന്നും അല്ലാണ്ട് ചെറിയൊരു ലെവലപ്പ് ട്രിക്കിൻ്റെ ഒരു ഗ്ലിച്ച് മെത്തേഡ് ഉണ്ട്. ബട്ട് ഗൈസ് ആ ഒരു ഗ്ലിച്ച് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യണില്ല. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആവാനും ബ്ലാക്ക് ലിസ്റ്റ് ആവാനും ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഗ്ലിച്ച് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു പർപ്പസിൽ യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം വീഡിയോ ചെയ്യാനായിട്ട് നോക്കാം. ബട്ട് നിങ്ങളുടെ പർപ്പസിൽ മാത്രം, അതായത് മെയിൻ അക്കൗണ്ടിൽ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. സോ എനിക്ക് നിങ്ങളൊരു ചെറിയൊരു റിക്വസ്റ്റും കൂടി പറയേണ്ടത്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ 10 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതായത് വെറും 10 സബ്സ്ക്രൈബേഴ്സ് തന്നെ. ബട്ട് എനിക്ക് നല്ല സന്തോഷം കിട്ടും. അപ്പോൾ എന്തൊക്കെയാലും കേസ് നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് അടിച്ചോടിക്കുക. നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ അമർത്തിയാൽ മാത്രമാണ് ഇതുപോലത്തെ അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.